കേരളത്തിൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ച മദ്യനയത്തിനെ തിരുത്തുന്നതിനും അതിനെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുന്നതിനും KPC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ ഒരു പങ്കുവഹിച്ചു എന്നുള്ള മട്ടിൽ അതിന് അനുകൂലമായും എതിരായും ഒരു ചർച്ച ഇവിടെ കത്തിപ്പറ്റുകയാണ്. ഈ അവസരത്തിൽ മീഡിയ വണ്ണുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ VM സുധീരൻ നമ്മളോടുണ്ട്, ഒപ്പമുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ 418 ബാറുകൾ നിർത്തലാക്കിയ ശേഷം അവയിൽ ചിലത് മികച്ച ബാറുകളുണ്ടെന്നും അവയ്ക്ക് അംഗീകാരം കൊടുക്കണമെന്നും ഉള്ള മട്ടിൽ ഒരു ചർച്ച സർക്കാർ തലത്തിൽ വന്നിരുന്നു. അതിൽ നിന്ന് ഇവയെ കംപ്ലീറ്റായിട്ട് പൂട്ടണമെന്നും ഇവിടെ മദ്യനയം മറ്റൊരു തരത്തിലേക്ക് പോകണമെന്നും മദ്യ നിരോധനത്തിലേക്ക് സർക്കാർ മാറണമെന്നും ഉള്ള മട്ടിൽ അങ്ങൊരു ചർച്ച കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായി ചില പിടിവാശികളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ബാറുകൾ ചിലത് അനുവദിക്കണം എന്നുള്ള മട്ടിൽ ചർച്ച വന്നു. അതിനിടയിൽ അങ്ങ് നടത്തിയ ചില ഇടപെടലുകൾ സർക്കാരിനെ ഒരു ട്രാപ്പിലാക്കിയതായും അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നിർബന്ധിതമായതായും ആണ് ഇപ്പോഴുള്ള വിവാദം വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അങ്ങയുടെ പ്രതികരണം. ഒന്ന്, സർക്കാരിനെ ഞാൻ ട്രാപ്പിലാക്കി എന്ന് പറയുന്നതേ ശരിയല്ല, തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമുക്കിതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ വിശദമായി ചർച്ച ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു മദ്യനയത്തിന് രൂപം കൊടുത്തു. ആ നയമെന്ന് പറയുന്നത് 2011-12 വർഷത്തേക്ക് 3 സ്റ്റാർ ആൻഡ് എബവ്, 2012-13 വർഷത്തേക്ക് 4 സ്റ്റാർ ആൻഡ് എബവ്, 2013 ശേഷം 5 സ്റ്റാർ ഹോട്ടലിലേക്ക് മാത്രമേ കൊടുക്കൂ എന്നുള്ളതാണ് നയത്തിൽ പറയുന്നത്. അതനുസരിച്ചുള്ള ഉത്തരവുകളും ഇറങ്ങിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പലതവണ അത് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ 418 പ്രശ്നം ഉത്ഭവിക്കുന്നത്. അതായത് 418 ബാറുകൾ എന്ന് പറഞ്ഞാൽ നിലവാരമില്ല, അതുപോലെ തന്നെ നിയമലംഘനം നടത്തുന്നു എന്നുള്ള CAGയുടെ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം ചർച്ചാ വിഷയമാകുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരാമർശവും ഈ കാര്യത്തിൽ വന്നിരുന്നു. അതുകൊണ്ട് ഈ വർഷം, സാമ്പത്തിക വർഷം ഏപ്രിൽ 1 ഇത് പുതുക്കണോ വേണ്ടയോ എന്നുള്ള പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ പുതുക്കണ്ട, വിശദമായ ചർച്ച ആവശ്യമാണ്. കൃത്യമായൊരു മദ്യനയത്തിന് രൂപം കൊടുത്തിട്ട് പുതുക്കിയാൽ മതി എന്നൊരു അഭിപ്രായം വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇതേ സംബന്ധിച്ച് ചർച്ചകൾ വന്നു. വിശദമായ ചർച്ചകൾ പാർട്ടിയിൽ നടന്നു. പാർട്ടിയുടെ എക്സിക്യൂട്ടീവിൽ 2 തവണ, പാർട്ടി ഭാരവാഹികളുടെ യോഗത്തിൽ 2 തവണ, DCC പ്രസിഡന്റുമാരുടെ യോഗത്തിൽ മറ്റൊരിക്കൽ. ഇതിനെല്ലാം പുറമെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും പരമോന്നത സമിതി എന്ന് വിശേഷിപ്പിക്കാവുന്ന പാർട്ടി ജനറൽ ബോഡി, അവിടെ ചർച്ച നടന്നു. ഇങ്ങനെ വിശദമായ ചർച്ചകളിലെല്ലാം ഉരുത്തിരിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ഈ 418 തുറക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ 418 അടഞ്ഞു കിടന്നപ്പോൾ ഉണ്ടായ സമൂഹത്തിലുണ്ടായ ഗുണപരമായൊരു മാറ്റം കൂടെ പിൻകാലത്ത് ചർച്ചാ വിഷയമായി. ക്രൈം റേറ്റ് കുറഞ്ഞു, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ കൺസംഷൻ കുറഞ്ഞു, ഗാർഹിക പീഡനം കുറഞ്ഞു, റോഡ് ആക്സിഡൻറ്റ് കുറഞ്ഞു. അപ്പോൾ ഈ 418 ബാറുകൾ അടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും ഗുണമുണ്ടായ സാഹചര്യത്തിൽ എന്തുകൊണ്ട് കുറേ കൂടി കർശനമായ നടപടികളുമായി മുന്നോട്ട് പോയിക്കൂടാ എന്നൊരു ചിന്തയും ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഇതൊരു വാദപ്രതിവാദമായി, അതിനൊരു ഗുണമുണ്ടായി. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ ലഹരിക്കെതിരെ, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഇത്രയും ശക്തമായൊരു വികാരം ഉയർന്നു വന്നത് ഈ കാലഘട്ടത്തിലാണ്. പിന്നെ മറ്റുള്ള സാമൂഹ്യ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, മാധ്യമങ്ങൾ, മതമേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾ, മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു വലിയ അന്തരീക്ഷം, നല്ലൊരു അന്തരീക്ഷം ഈ കാര്യത്തിൽ ഉയർന്നു വന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം UDF കമ്മിറ്റി കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഇത് 418 മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് പോകണമെന്നൊരു ചിന്ത വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്തു, ഈ കാര്യങ്ങൾ കൊണ്ടുവന്നു, എല്ലാവരും യോജിച്ചു. അങ്ങനെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മദ്യവിൽപ്പനയിൽ ഒരു നിർണായകമായ ഒരു വഴിത്തിരിവ്, എടുത്തുചാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു തലത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊക്കെ കൃത്യമായി പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത്, സർക്കാരിനകത്ത് നടന്ന, പ്രത്യേകിച്ചും സമൂഹത്തിനകത്ത് വിശാലമായി നടന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വന്നു ഭവിച്ച കാര്യങ്ങളാണ് എന്നല്ലാതെ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിലാക്കാനോ അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യാനോ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. ഇതെല്ലാം ജനാധിപത്യപരമായ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ്. 2014
ഈ 5 സ്റ്റാർ ഹോട്ടലുകൾ ഒഴികെയുള്ള എല്ലാ ഹോട്ടലുകളിലെയും ബാർ പൂട്ടി കഴിയേണ്ടതാണ്. 750ഓളം ബാറുകൾ പൂട്ടി കഴിയേണ്ട സമയം കഴിഞ്ഞു. ഇതിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോയത് നേരത്തെ തന്നെ അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമായിരുന്നില്ലേ? അല്ല, അതല്ല, നമുക്കിപ്പോൾ ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗവും ലഭ്യതയും കുറച്ചു കൊണ്ടുവരിക എന്ന നയത്തിൻ്റെ ഭാഗമായി ആദ്യം ചർച്ച ചെയ്ത് 418 കാര്യത്തിലാണ്. പിന്നീട് അതല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്ന ശക്തമായ അഭിപ്രായം വന്നപ്പോൾ അതനുസരിച്ച് ഗവൺമെൻറ് ഉയർന്നു പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിൽ ഈ 418 എത്രണ്ണം ഇനിയും കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി അടക്കം ചർച്ച ചെയ്ത് വന്നിരുന്നത്. അതിനിടയ്ക്ക് KPCC വൈസ് പ്രസിഡന്റ് പറഞ്ഞു, ശ്രീ M.M. ഹസൻ പറഞ്ഞു, ഇത് KPCCയുടെ തീരുമാനമല്ല, പ്രസിഡൻറ്റിൻ്റെ മാത്രം അഭിപ്രായമാണ്. KPCCയുടെ തീരുമാനം അനുസരിച്ച് ഇതിലെ കോടതി വിധി പ്രകാരം ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം സർക്കാരിനാണ്. അതനുസരിച്ച് ഉള്ള തീരുമാനം വരുന്നതിന് പകരം KPCC പ്രസിഡൻറ്റ് കൂടുതൽ ഗവൺമെൻറ്റിനെ കുഴപ്പത്തിലാക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു തരത്തിലുള്ള വിവാദത്തിലും എനിക്ക് താല്പര്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഒന്നാം തരം ഒരു തീരുമാനം വന്നിരിക്കുന്നു, ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഭരണകക്ഷികൾ മാത്രമല്ല, അതിനപ്പുറത്തുള്ള സാമൂഹ്യ സാംസ്കാരിക തലത്തിലും മറ്റ് സർവ്വതലത്തിലും ആളുകൾ പിന്തുണയ്ക്കുന്നു. എന്തിനേറെ പ്രതിപക്ഷ പാർട്ടികൾ പോലും പിന്തുണയ്ക്കുന്നു. പിന്നെ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരിക്കലും വ്യക്തിപരമായ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. മറിച്ച് ഇതൊക്കെ വിശദമായ ചർച്ച ആവർത്തിച്ച് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞ ഒരു പൊതു വികാരം, ശക്തമായ വികാരം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. ആ ബാധ്യത നിറവേറ്റുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ UDF മീറ്റിങ്ങിൻ്റെ തലേ ദിവസം വരെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് കോടതി വിധി മാനിക്കാതിരിക്കാൻ സർക്കാരിന് സാധിക്കില്ല, കോടതി വിധിക്ക് അനുസൃതമായ തീരുമാനങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ആകെ മറിയുകയും അങ്ങ് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ വലിയൊരു വൈകാരിക പ്രകടനം എന്ന് തന്നെ പറയാം, ആ രീതിയിൽ UDFിലേക്ക് അദ്ദേഹം വരികയും അതിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനം എന്നുള്ള രീതിയിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. 312 ബാറുകൾ കൂടി പൂട്ടും എന്നുള്ളത് അതിനു മുമ്പ് KPCC പ്രസിഡൻറ്റുമായിട്ട് ചർച്ച ചെയ്തിരുന്ന വിഷയമായിരുന്നില്ല എന്നാണ് ഞാൻ അറിയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില മന്ത്രിമാരും മറ്റ് ചില നേതാക്കളുമായിട്ടും അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് അങ്ങയെ ഒന്ന് മാറ്റി നിർത്തുന്നതിനോ അങ്ങയുടെ ഇക്കാര്യത്തിലുള്ള ഒരു മേൽക്കൈ കുറച്ച് കാണിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരുന്നില്ല. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ KPCCയുടെ അഭിപ്രായം എന്നുള്ള നിലയിൽ എന്താണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിനറിയാം. മുഖ്യമന്ത്രിയുമായി തന്നെ ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുത്ത മീറ്റിങ്ങുകളിൽ ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ KPCCയുടെ അഭിപ്രായം കൃത്യമായി അറിയാവുന്നതുകൊണ്ട് പിന്നെ വരുന്ന തീരുമാനം നമ്മൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ തീരുമാനമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും ഇത് സംബന്ധിച്ചൊരു ചർച്ചയിൽ പിന്നെ എന്നെ ബന്ധപ്പെടുത്തിയില്ല എന്നുള്ളതിൽ യാതൊരു പരാതിക്ക് അവകാശമില്ല. കോടതിയുടെ പരാമർശം സംബന്ധിച്ച് അങ്ങ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടത്തിയ ഒരു പരാമർശമാണ് മറ്റൊരു വിഷയം. അന്ന് നടത്തിയ പ്രസംഗത്തിൽ അങ്ങ് സർക്കാരിനെ വിമർശിച്ചതായും സർക്കാരിന് കേസ് തോറ്റുകൊടുത്തതായും അങ്ങ് പറഞ്ഞു. അതാണ് പിന്നീട് ചർച്ചാ വിഷയമായത്. എക്സൈസ് മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അത് സർക്കാരിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു. 13 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കണമോ വേണ്ടയോ എന്ന് പറയുന്ന പ്രശ്നം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാർ അഭിഭാഷകരുടെ പ്രധാന ചുമതല സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകരിക്കപ്പെട്ട മദ്യനയവും അതോടനുബന്ധിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവും കോടതിയിൽ ഹാജരാക്കി സർക്കാർ നയം ഇനി 5 സ്റ്റാറിന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കുന്ന കാര്യം സംബന്ധിച്ച് വീണ്ടും പരിശോധിക്കണം എന്നൊരു നിർദ്ദേശം വരില്ലായിരുന്നു. പക്ഷേ ഉത്തരവാദപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ അത് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നൊരു വീഴ്ച ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ അവിടെ ആ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെയോ മറ്റേതെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിലുള്ള ആരെയോ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല, മുന്നോട്ട് വന്നിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അതറിയാവുന്നതാണ്. അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു സാങ്കേതികത്വം മാത്രമാണ്. സർക്കാരിൻ്റെ അഭിപ്രായമാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറയുന്നത്. അല്ല, ഈ അഡ്വക്കേറ്റ് ജനറലിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ മുമ്പും വന്നിട്ടുണ്ട്, വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് സർക്കാർ നയത്തിന് അനുകൂലമായിരുന്നില്ല, വ്യത്യസ്തമായിരുന്നു.
അതുപോലെ തന്നെ നമ്മുടെ പല ഈ പിന്നെ ലാൻഡ് സംബന്ധമായ വിഷയങ്ങളിൽ അദ്ദേഹം വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പ്രതികരിച്ചില്ല എന്ന് നിയമസഭാ സാമാജികരുടെ ഭാഗത്തു തന്നെ ശക്തമായ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ ടി.എൻ. പ്രതാപൻ അടുത്ത കാലത്ത് മൂന്നാറിലെ ഒരു കേസ് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെയേറെ വിമർശനം ഈ ഓഫീസിനെക്കുറിച്ചും അഡ്വക്കേറ്റ് ജനറലെക്കുറിച്ചും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് തലേ ദിവസം ഈ സമ്മേളനത്തിൻ്റെ തൊട്ട് തലേ ദിവസം KPCCയിൽ ചേർന്ന പാർട്ടി സർക്കാർ ഏകോപന സമിതിയിൽ ഞാനും ചൂണ്ടിക്കാണിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് തന്നെ ഞാൻ പറഞ്ഞു, അഡ്വക്കേറ്റ് ജനറൽ ഈ കേസിൽ 4 സ്റ്റാർ ലൈസൻസ് സംബന്ധിച്ച കേസിൽ ചെയ്തത് ശരിയായില്ല. അല്ല, 4 സ്റ്റാർ കൊടുക്കാനും പാടില്ല, പുനഃപരിശോധിക്കാം, പക്ഷേ പുനഃപരിശോധിച്ച് തള്ളുകയാണ് വേണ്ടത്, ഒരു കാരണവശാലും കൊടുക്കരുത് എന്ന് കൃത്യമായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഇത് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് വെറുതെ പ്രത്യേകിച്ചും ഒരു വിവാദമുണ്ടാക്കാൻ വേണ്ടി ചിലരത് കരുവാക്കി എന്നല്ലാതെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും ആ തരത്തിലുള്ളൊരു വിമർശനം ഉണ്ടായിട്ടില്ല. മറ്റൊരു വിമർശനം, ഈ തീരുമാനത്തിലേക്ക് UDF കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങ് സാമുദായിക സംഘടനകളിലെ കൂട്ടുപിടിച്ചു, ഘടകകക്ഷികളെ കയ്യിലെടുത്തു, അത്ര തന്നെ ഒരു താല്പര്യം KPCC നേതാക്കളെ കൺവിൻസ് ചെയ്യിക്കുന്നതിലെടുത്തില്ല എന്നുള്ളതാണ്. അത് ശരിയല്ല. നമുക്കറിയാം, ഇപ്പോൾ KPCCക്ക് ഒരു സ്റ്റാൻഡുണ്ട്, ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയുള്ള ആളാണ് ഞാൻ. പിന്നെ ഘടകകക്ഷികൾക്ക് ഓരോന്നിനും അവരുടേതായ സ്റ്റാൻഡുണ്ട്. അവരാരും രാഷ്ട്രീയം ഇന്നും നിലയും തുടങ്ങിയതാണോ? അതുപോലെ സഭാധ്യക്ഷന്മാർ, ഇപ്പോൾ ക്രൈസ്തവ സഭ എത്രയോ കാലമായി ഈ കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ മുസ്ലിം സമൂഹം ഇപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളും മുസ്ലിം പ്രസ്ഥാനങ്ങളും മദ്യത്തിനെതിരെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോയി എന്നല്ലാതെ അവരെ ഈ നിലപാടിലേക്ക് എത്തിക്കുന്നതിന് വേറെ ആരുടെ ബാഹ്യമായ തലത്തിലുള്ള ഒരു പ്രേരണയോ ഇടപെടലോ ആവശ്യമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിച്ചാൽ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമോ? അങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബാലിശമായ ഒരു വാദഗതി എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. UDFൻ്റെ ഈ തീരുമാനം ഒരു വശത്ത് ആഘോഷിക്കപ്പെടുമ്പോൾ തന്നെ മറുവശത്ത് അങ്ങേക്കെതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വരികയാണ്. അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു പ്രബലമായ ഗ്രൂപ്പ് ഹൈക്കമാൻഡിന് പരാതി അയച്ചു കഴിഞ്ഞു. മറ്റൊരു ഗ്രൂപ്പിലെ മന്ത്രിയായ ശ്രീ ബാബു, അദ്ദേഹം അന്നു മുതൽ അങ്ങേക്കെതിരെ വിമർശനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അന്നത്തെ തീരുമാനം, അതിൻ്റെ ആ ഒരു വില കൊടുത്തുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു രീതി വിമർശിക്കുന്നുമുണ്ട്. അത് കാരണം അങ്ങയോടുള്ള ഒരു ദേഷ്യം തീർത്തതോ വൈകാരിക പ്രകടനമാണോ എന്നുള്ള മട്ടിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അങ്ങ് ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടിയുടെ വിവിധ തലങ്ങളിൽപ്പെട്ട കമ്മിറ്റികളുടെയും പൂർണ്ണമായ പിന്തുണ എനിക്കുണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിൽ എനിക്കെതിരെ കംപ്ലയിൻ്റ് ആരെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല. അഭിപ്രായങ്ങളൊക്കെ പലതരത്തിൽ വരാം എന്നല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അതൊരു ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള എതിർപ്പോ ആ തരത്തിലുള്ള എതിർപ്പായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഉള്ള ആളാണ്? അല്ല, ഞാൻ ഒരിക്കലുമില്ല. ഞാൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ് എൻ്റെ ഗ്രൂപ്പ്. അതല്ലാതെ ഒരു ഗ്രൂപ്പുമായും ഒരു ബന്ധപ്പെടുന്നില്ല. ഗ്രൂപ്പുകൾ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ ഒരു സമീപനം വർഷങ്ങളായി തുടർന്നു വരികയും KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി തന്നെ ഗ്രൂപ്പ് അതിപ്രസരമില്ലാതെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇളയ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. ഇപ്പോൾ കോൺഗ്രസ്സിൽ ബൂത്ത് തലത്തിലുള്ള ഇലക്ഷൻ നടന്നു കഴിഞ്ഞു. യാതൊരു ഗ്രൂപ്പിൻ്റെ ലക്ഷണങ്ങളുമില്ലാതെ, ഗ്രൂപ്പിസമില്ലാതെ എല്ലാ നേതാക്കളും പങ്കെടുത്തുകൊണ്ട് ആണ് ആ ഇലക്ഷൻ നടന്നത്. പക്ഷേ ആ ഇലക്ഷന് ശേഷമാണ് ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായത്. ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ള ഇലക്ഷൻ ഇതുപോലെ തന്നെ നടക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉയർന്നു വരാം. പക്ഷെ അതിനെ തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.